മജ്ക്ഷിമ നികായ 4 ഭയഭൈരവ് സുത്ത്. സാധാരണയായി ബുദ്ധഭിക്ഷുക്കൾ അരണ്യത്തിൽ അല്ലെങ്കിൽ കാട്ടിലാണ് തപസ് ചെയ്യാറുള്ളത്. അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയം വരാം, അതേപോലെ തന്നെ പേടി വരാം. അങ്ങനെ വരുന്ന സമയത്ത് ആ ഭയത്തെ, ആ പേടിയെ എങ്ങനെ അതിജീവിക്കണം എന്നാണ് ബുദ്ധൻ ഈ സൂത്രത്തിൽ പറയുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ അനാഥപിണ്ഡകൻ്റെ ഭിക്ഷു നിവാസിൽ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ജാനുസോണി എന്ന ബ്രാഹ്മൺ ബുദ്ധൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിനോട് അഭിവാദനം ചെയ്തു. അതിനുശേഷം കുറച്ച് കുശലപ്രശ്നങ്ങൾ ചോദിച്ചു. കുശലപ്രശ്നങ്ങൾക്ക് ഒടുവിൽ ജാനുസോണി ഒരു ഭാഗത്ത് ഇരുന്നതിന് ശേഷം ബുദ്ധനോട് ഇപ്രകാരം പറഞ്ഞു: ഗൗതമ ഗുരുവേ, താങ്കളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് നല്ല കുലത്തിലെ മാന്യന്മാർ അവർ അവരുടെ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. താങ്കൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു, അവരെ സഹായിക്കുന്നു, അവർക്ക് പ്രേരണ നൽകുന്നു. ആ വ്യക്തികൾ ഭഗവാൻ പറഞ്ഞ പാത പിന്തുടരുന്നു. ബ്രാഹ്മൺ: അത് വളരെ സത്യമാണ്. നിങ്ങൾ പറഞ്ഞത് എല്ലാം തന്നെ സത്യമാണ് ഗൗതമ ഗുരുവേ. എന്നാൽ ഈ നിർജ്ജന വനങ്ങൾ, അവിടെ താമസിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അവിടെ സമാധി അഭ്യസിക്കുക അല്ലെങ്കിൽ ധ്യാനം അഭ്യസിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുകൂടാതെ നിർജ്ജനമായിട്ടുള്ള ആ സ്ഥലത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാനും ബുദ്ധിമുട്ടാണ്. സമാധി അല്ലെങ്കിൽ ധ്യാനം അഭ്യസിക്കാത്ത ഒരു സാധകൻ്റെ മനസ്സ് ആ വനം ഇളക്കിക്കളയും. അതായത് ആ വനത്തിൽ ഒരു സാധകന് മനസ്സ് ഉറക്കില്ല എന്നാണ് ബ്രാഹ്മണൻ പറയുന്നത്. ബ്രാഹ്മൺ: നിങ്ങൾ പറയുന്നത് വളരെ സത്യമാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. സംബോധി കിട്ടും മുൻപ്, അതായത് ബുദ്ധനാകുന്നതിന് മുൻപ് ഞാൻ ഒരു ബോധിസത്വൻ ആയിരുന്ന സമയത്ത് ഞാനും ഇങ്ങനെയാണ് വിചാരിച്ചത്. നിർജ്ജനമായിട്ടുള്ള വനം എന്നുള്ളത് വളരെ കഷ്ടങ്ങൾ നിറഞ്ഞതാണ്. അവിടെ സമാധി അഭ്യസിക്കുക എന്നത് ദുഷ്കരമാണ്. നിർജ്ജനമായിട്ടുള്ള ആ സ്ഥലത്ത് ശാന്തി കണ്ടെത്തുക എന്നുള്ളതും ദുഷ്കരമാണ്. സമാധി നേടാത്ത ഒരു വ്യക്തിയുടെ മനസ്സിനെ ഇളക്കാൻ ആ വനം പ്രാപ്തമാണ്. അതിനുശേഷം ഞാൻ ഇങ്ങനെ വിചാരിച്ചു: ശരീരം, വാണി, മനസ്സിൻ്റെ കർമ്മങ്ങൾ അശുദ്ധമായിട്ടുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. ഇവിടെ ശ്രമണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭിക്ഷു അല്ലെങ്കിൽ ശ്രമം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ തന്നെയാണ്, അല്ലെങ്കിൽ പണ്ഡിതനായിട്ടുള്ള വ്യക്തി എന്ന് നമുക്ക് പറയാം. ഇവിടെ കായ, വാണി, മനസ്സിൻ്റെ അശുദ്ധ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ശരീരത്തിൻ്റെ അശുദ്ധ പ്രവൃത്തി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രാണികളെ കൊല്ലുക, വ്യഭിചാരം ചെയ്യുക, മോഷ്ടിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇവയെല്ലാം ശരീരത്തിൻ്റെ ദുഷ്പ്രവൃത്തികളാണ്. വാണിയുടെ ദുഷ്പ്രവൃത്തി എന്ന് പറയുന്നത് നുണ പറയുക, കടുവചനം പറയുക, ആവശ്യമില്ലാതെ സംസാരിക്കുക, ഏഷണി പറയുക, ഇതെല്ലാം വാണിയുടെ ദുഷ്പ്രവൃത്തിയാണ്. മനസ്സിൻ്റെ ദുഷ്പ്രവൃത്തി എന്ന് പറയുമ്പോൾ രാഗം, ദ്വേഷം, മോഹം ഇവയോടുകൂടി മനസ്സിൽ വരുന്ന എല്ലാ അകുശല ചിന്തകളും മനസ്സിൻ്റെ ദുഷ്പ്രവൃത്തിയാണ്. അങ്ങനെ ശരീര, വാക്ക്, മനസ്സിൻ്റെ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിമുക്തനാകാത്ത ഏതെങ്കിലും ശ്രമണ ബ്രാഹ്മണൻ അങ്ങനെയുള്ള നിർജ്ജന വനത്ത് പോയിരിക്കുന്ന സമയത്ത് ആ ശ്രമണൻ ബ്രാഹ്മണന്മാർക്ക് കടുത്ത ഭീതിയും ഭയവും ഉണ്ടാകാൻ കാരണമാകുന്നു. കാരണം എന്താണെന്നാൽ അവരുടെ ഈ കുറവ് തന്നെയാണ്, അതായത് അവരുടെ സ്വഭാവ വിശുദ്ധിയില്ലായ്മ. എന്നാൽ ഞാൻ ആ നിർജ്ജന വനത്തിൽ പോകുന്നത് ശരീരം, വാക്ക്, മനസ്സ് ഇവയുടെ ശുദ്ധിയോടുകൂടിയിട്ടാണ്. അതായത് ഞാൻ വാക്കുകൊണ്ടോ
മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ യാതൊരുവിധ ദുഷ്പ്രവൃത്തിയും ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ള ഞാനാണ് കാട്ടിലേക്ക് പോകുന്നത്. എൻ്റെ ശരീരകർമ്മങ്ങൾ വളരെ ശുദ്ധമാണ്. വളരെ ശുദ്ധമായിട്ടുള്ള ശരീര വാണി മനോകർമ്മങ്ങളാൽ ആണ് ഞാൻ കാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ശുദ്ധമായിട്ടുള്ള കർമ്മങ്ങളാൽ കാട്ടിലേക്ക് പോകുന്ന ആര്യ ശ്രാവകന്മാരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ ഈ സ്വഭാവ വിശുദ്ധിയെ ദർശിച്ചുകൊണ്ട് എനിക്ക് കാട്ടിൽ പോകാൻ ഒട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവരുടെ ആജീവിക എന്നുള്ളത് അപരിശുദ്ധമാണ്. ഇവിടെ ആജീവിക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധനം സമ്പാദിക്കാൻ ഏതെങ്കിലും തൊഴിൽ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ തൊഴിൽ കൊണ്ട് അന്യപ്രാണികൾക്ക് യാതൊരുവിധ ഹാനിയും ഉണ്ടാകാൻ പാടില്ല. ഹാനി ഉണ്ടാകുകയാണെങ്കിൽ ആ ആജീവിക ശരിയല്ല. ഉദാഹരണമായിട്ട് നമ്മൾ മാംസത്തിൻ്റെ വ്യാപാരം ചെയ്യരുത്. പശു പക്ഷികളെ വളർത്തി വലുതാക്കി മറ്റൊരാൾക്ക് കൊല്ലാൻ കൊടുക്കരുത്. അതേപോലെ തന്നെ വിഷത്തിൻ്റെ ആയുധങ്ങളുടെ വ്യാപാരം ഒരിക്കലും ചെയ്യരുത്. അതുപോലെ മറ്റ് അനേകം വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ അതുമൂലം അന്യപ്രാണികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ആജീവികയാണ്. അവ ഉടൻ തന്നെ വിടുക തന്നെ വേണം. അപ്പോൾ ഇത്തരം തെറ്റായിട്ടുള്ള ആജീവിക അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ശ്രമണ ബ്രാഹ്മണന്മാർ കാട്ടിൽ പോവുകയാണെങ്കിൽ അവരുടെ ഈ സ്വഭാവത്തിലെ ദൂഷ്യത കൊണ്ട് അവർക്ക് അവിടെ ഭയവും പേടിയും അനുഭവപ്പെടും. എന്നാൽ എൻ്റെ ആജീവിക ശുദ്ധമാണ്. അതിനാൽ വനത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് യാതൊരുവിധ ഭയമോ പേടിയോ ഉണ്ടാകുന്നതല്ല. എന്തെന്നാൽ എൻ്റെ ആജീവിക പരിശുദ്ധമാണ്. ആജീവിക പരിശുദ്ധമായിട്ടുള്ള ചില ശ്രമണ ബ്രാഹ്മണന്മാർ കാട്ടിൽ പോകാറുണ്ട്. അവരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ ഈ ആജീവികയുടെ പരിശുദ്ധി കൊണ്ട് വനത്തിൽ താമസിക്കുന്നതിന് ഒട്ടും തന്നെ ഭയം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, ചില ശ്രമണ ബ്രാഹ്മണന്മാർ അവരുടെ മനസ്സിൽ മുഴുവൻ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തിയാണ്. കാമഭോഗങ്ങൾക്കുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇതും പഴയതുപോലെ തന്നെ കരുതണം. അവർ കാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഈ ഭയം വരും. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ നമ്മൾ ആലോചിക്കണം. എനിക്ക് അത്തരം ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതിനാൽ കാട്ടിൽ പോകാൻ എനിക്ക് ഒട്ടും തന്നെ ഭയമില്ലായിരുന്നു. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് ദ്വേഷം ഉണ്ടാകും, ഹിംസാപരമായിട്ടുള്ള വിചാരങ്ങളുണ്ടാകും. അവരും കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്കും ഭയം വരും. എന്നാൽ എൻ്റെ മനസ്സ് അതിൽ പൂർണ്ണമായിട്ടും മൈത്രിയാണ് നിറഞ്ഞിട്ടുള്ളത്. അതിനാൽ എനിക്ക് ഒട്ടും തന്നെ ഭയമുണ്ടാകുന്നില്ല. ചില ശ്രമണൻ ബ്രാഹ്മണന്മാർക്ക് അവരുടെ ശരീരത്തിലും മനസ്സിലും ആലസ്യം അല്ലെങ്കിൽ ധീനമിഥ ഉണ്ടാകും. അത് കാരണം അവർ കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയമുണ്ടാകും. എന്നാൽ എനിക്ക് ഈ ധീനമിഥ അല്ലെങ്കിൽ ആലസ്യം ഒട്ടും തന്നെ ഇല്ല. അതിനാൽ എനിക്ക് കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഭയമില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവരുടെ മനസ്സ് എപ്പോഴും ഉദ്ദച്ച കുക്കുച്ചം, അതായത് ഇരിക്കപ്പുറതയില്ലായ്മയാൽ എപ്പോഴും കലുഷിതമാണ്. അതുകൂടാതെ അവരുടെ മനസ്സിന് ഒട്ടും തന്നെ ശാന്തി ഉണ്ടാകുന്നതല്ല. അങ്ങനെയുള്ള ആൾക്കാർ കാട്ടിൽ പോയി കഴിഞ്ഞാലും അവർക്കും ഭയം, പേടി തുടങ്ങിയവ ഉണ്ടാകാം. എന്നാൽ എൻ്റെ മനസ്സ് ശാന്തമാണ്. അതിനാൽ എനിക്ക് ഒട്ടും തന്നെ ഭയമോ പേടിയോ ഇല്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർക്ക് എപ്പോഴും വിചികിത്സ അല്ലെങ്കിൽ സംശയം ഉണ്ട്. അവർ ഒന്നിലും ഉറയ്ക്കുന്നില്ല. അത്തരക്കാരും കാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയം, പേടി തുടങ്ങിയവ ഉണ്ടാകും. എന്നാൽ എനിക്ക് ഒട്ടും തന്നെ സംശയം അല്ലെങ്കിൽ വിചികിത്സയില്ല. അതിനാൽ കാട്ടിൽ പോകാൻ എനിക്ക് ഒട്ടും തന്നെ ഭയമില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ തന്നെ പുകഴ്ത്തുകയും മറ്റുള്ളവരെ തരം താഴ്ത്തുകയും ചെയ്യും. ഞാൻ ഒരിക്കലും സ്വയം എന്നെ പുകഴ്ത്താറില്ല, മറ്റുള്ളവരെ തരം താഴ്ത്താറും ഇല്ല.
ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭിക്ഷുവാണെങ്കിലും ഒരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഒരിക്കലും ബാക്കിയുള്ളവരെ തരം താഴ്ത്തരുത്. നമ്മളാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും പുകഴ്ത്തുകയും ചെയ്യരുത്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാം തെറ്റാണ്, ഈ രീതിയിലുള്ള ചിന്തകൾ. അതേപോലെ തന്നെ ഞങ്ങൾ മാത്രമാണ് ശരി, നിങ്ങൾ തീർത്തും തെറ്റാണ്, നിങ്ങൾ യോഗ്യതയില്ലാത്തവരാണ്, ഈ രീതിയിലുള്ള ചിന്താഗതികൾ നമ്മൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. കാരണം ഈ ചിന്തകൾക്ക് പിന്നിൽ ദ്വേഷം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, രാഗം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, മോഹം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ എപ്പോഴും ഭീരുക്കളാണ്, ഭയന്ന് നടക്കുന്നവരാണ്. അത്തരക്കാരും കാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഭയം വരുന്നതാണ്. എന്നാൽ ഞാൻ ഭയമില്ലാത്ത വ്യക്തിയാണ്, അതിനാൽ എനിക്ക് ഒട്ടും തന്നെ ഭയമുണ്ടാകുന്നില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ലാഭം, സത്കാരം, യശസ് ഇവ ആസ്വദിക്കുന്നവരാണ്. അത്തരക്കാരും കാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയവും പേടിയും ഉണ്ടാകും. എന്നാൽ എനിക്ക് അല്പിച്ഛയാണ്, അതായത് എനിക്ക് ഒട്ടും തന്നെ ആഗ്രഹങ്ങൾ ഇല്ല. എൻ്റെ ആഗ്രഹങ്ങൾ പരിമിതമാണ്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഭഗവാൻ അല്പിച്ഛ, അതായത് ഏറ്റവും കുറഞ്ഞ ആഗ്രഹം, അതിനെയാണ് പുകഴ്ത്തുന്നത്. മഹത്തിച്ഛ അതായത് കൂടുതൽ ആഗ്രഹങ്ങൾ, എനിക്ക് കാറ് വേണം, ബംഗ്ലാവ് വേണം, അങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ അതെപ്പോഴും ദോഷകരമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്പിച്ഛ അതായത് കുറച്ച് ആഗ്രഹങ്ങൾ, സന്തുഷ്ടി, ഇതെല്ലാം നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിന് വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ എപ്പോഴും മടിയുള്ളവരാണ്. അവർക്ക് പ്രവൃത്തി ചെയ്യാനുള്ള വീര്യം അല്ലെങ്കിൽ പരിശ്രമം ഒട്ടും തന്നെ ഇല്ല. അത്തരം ആൾക്കാരും വനത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയം, പേടി തുടങ്ങിയവ ഉണ്ടാകും. എന്നാൽ ഞാൻ വീര്യവാനായതുകൊണ്ട് എനിക്ക് അത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർക്ക് സതി, സമ്പജാനം എന്നിവ ഇല്ല. ഇവിടെ സതി എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സതിപഠാന സൂത്രത്തിൽ സതിയുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: 4 സതിപഠാനം ചെയ്യുന്നതിനെയാണ് സതി എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ നമ്മൾ കായാനുപശ്യന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു, വേദനയിൽ അല്ലെങ്കിൽ സംവേദനയിൽ വേദനാനുപശ്യന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു, ചിത്തത്തിൽ ചിത്താനുപസന, ധർമ്മത്തിൽ ധർമാനുപശ്യന ചെയ്തുകൊണ്ട് നമ്മൾ വിഹരിക്കുന്നു. അതിനെയാണ് സതി എന്ന് പറയുന്നത്. സമ്പജാനോ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ വീണ്ടും സതിപഠാനയിൽ നോക്കുകയാണെങ്കിൽ ഒരു സമ്പജാന പബ്ബം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് നടക്കുകയാണെങ്കിലും അതേപോലെ തന്നെ മുന്നോട്ട് നോക്കുകയാണെങ്കിലും സൈഡിലോട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കുളിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും വസ്ത്രം മാറുകയാണെങ്കിലും എല്ലാ സമയത്തും നമ്മൾ അവയർനെസ്സാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവയർനെസ്സാണ്. അതിനാണ് നമ്മൾക്ക് സമ്പജാനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സതിയും സമ്പജാനവും ഇല്ലാത്ത ശ്രമണ ബ്രാഹ്മണന്മാർക്കും കാട്ടിൽ അവർക്ക് ഭയമുണ്ടാകും, പേടിയുണ്ടാകും. എന്നാൽ എനിക്ക് സതിയും സമ്പജാനവും ഉണ്ട്. അതിനാൽ എനിക്ക് കാട്ടിൽ പോകാൻ ഒട്ടും തന്നെ ഭയമില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാർക്കുണ്ട്. അവർക്ക് സമാധി ഒട്ടും തന്നെ ഇല്ല. അവരുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. അത്തരം മനസ്സുള്ളവർ അവിടെ പോയി കഴിഞ്ഞാലും അവർക്കും ഭയമുണ്ടാകും, പേടിയുണ്ടാകും. എന്നാൽ ഞാൻ സമാധിയിൽ പ്രതിഷ്ഠിതനാണ്. അതിനാൽ എനിക്ക് കാട്ടിൽ പോകുന്നതിന് ഒട്ടും തന്നെ ഭയമില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ദുഷ്പ്രജ്ഞരാണ്, അതായത് അവർക്ക് പ്രജ്ഞയില്ല. ഇവിടെ പ്രജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം 4 ആര്യസത്യങ്ങളാണ്. അപ്പോൾ ദുഷ്പ്രജ്ഞൻ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ആ പ്രജ്ഞ ഇല്ല. അങ്ങനെ ഉള്ള ആൾക്കാർ അവർ ഈ രീതിയിൽ നിർജ്ജനമായിട്ടുള്ള വനത്ത് പോകുന്ന സമയത്ത് അവരുടെ അകുശലമായിട്ടുള്ള ഈ ഒരു ദുഷ്പ്രജ്ഞ കാരണം, മൂഢത കാരണം അവർക്കും ഭയവും പേടിയും ഉണ്ടാകും. എന്നാൽ ഞാൻ ഒരിക്കലും ദുഷ്പ്രജ്ഞതയോടു കൂടിയിട്ട് അല്ലെങ്കിൽ മൂഢതയോടു കൂടിയിട്ട് ഒരിക്കലും വനത്തിൽ പ്രവേശിക്കാറില്ല.
അതുകൂടാതെ ഞാൻ പ്രജ്ഞാസമ്പന്നനാണ്. അതിനാൽ വനത്തിൽ പോകാൻ എനിക്ക് ഒട്ടും തന്നെ ഭയമില്ല. ഈ പ്രജ്ഞയെ കണ്ട് ഞാൻ ഒട്ടും കൂസാതെ തന്നെ വനത്തിൽ താമസിക്കുന്നു. ഇതുവരെ വനത്തിൽ ആർക്കൊക്കെയാണ് ഭയമുണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും ഏതെങ്കിലും ദുഷ്പ്രവൃത്തി ഉണ്ട്, മനസ്സിൽ 5 നീവരണങ്ങൾ ഉണ്ട്, പ്രജ്ഞയില്ല, സതിയില്ല, സമ്പജന്യം ഇല്ല, ഇവരെല്ലാം കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയവും പേടിയും ഉണ്ടാകും. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭയവും പേടിയും ഉണ്ടാകുന്നതല്ല. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, ഓരോ പക്ഷത്തിലും ചില രാത്രികളുണ്ട്. ആ രാത്രികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 14-ാമത്തെ ദിവസം, 15-ാമത്തെ ദിവസം, 8-ാമത്തെ ദിവസം, ഓരോ പക്ഷത്തിലെയും ഇങ്ങനെയുള്ള ദിവസങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ട് ഭയപ്പെടുന്ന ആ പാർക്കുകളിൽ, അതേപോലെ തന്നെ വനങ്ങളിൽ, വൃക്ഷമൂലങ്ങളിൽ താമസിച്ചുകൂടാ? അത്തരം സ്ഥലങ്ങളിൽ ഈ സമയങ്ങളിൽ താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഭയത്തെയും പേടിയെയും കാണാൻ സാധിക്കുമായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അത് തന്നെയാണ് ചെയ്തത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബുദ്ധൻ വനത്തിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഗാർഡനിലും അതേപോലെ തന്നെ വൃക്ഷമൂലത്തിലും വനത്തിലും പോയിട്ട് ഇതേ ദിവസങ്ങളിൽ താമസിച്ചു. അതായത് 15 ദിവസത്തിലെ അഷ്ടമി, അതേപോലെ തന്നെ 14-ാം ദിവസം, 15-ാം ദിവസം. അങ്ങനെ ഞാൻ വനത്തിൽ താമസിക്കുന്ന സമയത്ത് ഒരു മാൻ ചിലപ്പോൾ വന്നു എന്ന് വരാം, അല്ലെങ്കിൽ ഒരു മയിൽ സ്വന്തം കാലുകൊണ്ട് ഏതെങ്കിലും ചുള്ളിക്കഷ്ണത്തെ ചവിട്ടി മെതിക്കും. ചിലപ്പോൾ കാറ്റ് കരിയിലകളെ അനക്കും. ഇത് ആ ഭയവും പേടിയുമാണോ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കും. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എല്ലാ സമയത്തും ആ ഭയവും പേടിയും എന്നിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ധ്യാനം ചെയ്യുന്നത്? എന്തുകൊണ്ട് വരുന്ന ആ ഭയത്തെയും ഭീതിയെയും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടാ? ഞാൻ എപ്രകാരമോ അപ്രകാരം തന്നെ എന്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞുകൂടാ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ നടക്കുന്ന സമയത്ത് ആ ഭയവും പേടിയും എന്നിലേക്ക് വന്നു. എന്നാൽ നടക്കുന്ന സമയത്ത് വന്നതിനാൽ ഞാൻ ഇരിക്കുകയോ കിടക്കുകയോ നിൽക്കുകയോ ചെയ്യത്തില്ല. ഞാൻ നടന്നുകൊണ്ട് തന്നെ ആ ഭയത്തിൽ നിന്ന് പുറത്തു വന്നു. ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ 4 പൊസിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ശരീരം ഒന്നുകിൽ നമ്മൾ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ നടക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന സമയത്തും ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും വനത്തിൽ ധ്യാനിക്കുക. അങ്ങനെ ഏത് പൊസിഷനിൽ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിലും നമ്മൾക്ക് ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷൻ ഒരിക്കലും മാറ്റരുത്. ഉദാഹരണമായിട്ട് നമ്മൾ ഇരുന്നിട്ട് ധ്യാനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നമ്മുടെ മൈൻഡിൽ പേടിയുണ്ടായി. ഉടൻ തന്നെ നമ്മൾ എഴുന്നേൽക്കാനോ നടക്കാനോ കിടക്കാനോ പാടില്ല. ഇരുന്ന ഇരിപ്പിൽ തന്നെ ആ ഭയത്തെ നമ്മൾ ഫേസ് ചെയ്യണം, എന്നിട്ട് അതിനെ അതിജീവിക്കണം. ഇനി നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കാനോ കിടക്കാനോ അതേപോലെ തന്നെ ഇരിക്കാനോ പാടില്ല. അതിനുശേഷം ഞാൻ നിൽക്കുന്ന സമയത്ത് ആ ഭയവും പേടിയും എന്നിലേക്ക് വന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തില്ല. ഞാൻ നിന്നുകൊണ്ട് തന്നെ ആ ഭയത്തെയും അതേപോലെ തന്നെ പേടിയെയും ഇല്ലാതാക്കി, അല്ലെങ്കിൽ കീഴടക്കി. അതിനുശേഷം വനത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ പേടിയും ഭയവും എന്നിലേക്ക് വന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ കിടക്കുകയോ നിൽക്കുകയോ നടക്കുകയോ ചെയ്തില്ല. ഇരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ആ ഭയത്തെ ഞാൻ ഇരുന്നു കൊണ്ട് തന്നെ നീക്കം ചെയ്തു. അതിനുശേഷം കിടക്കുന്ന സമയത്ത് ആ ഭയവും പേടിയും എന്നിലേക്ക് വന്നു. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ ചിലപ്പോൾ ചില സമയത്ത് ദിവസത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് രാത്രിയാണെന്ന് അവർക്ക് തോന്നും, രാത്രിയാണെങ്കിൽ അത് പകലാണെന്ന് അവർക്ക് തോന്നും. ആ തരത്തിലുള്ള ധ്യാനം
തെറ്റായിട്ടുള്ള ധ്യാനമാണ് എന്ന് ഞാൻ പറയുന്നു. ഇത് ഒരു രാത്രിയാണെങ്കിൽ ഞാൻ ആ രാത്രിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ശരിക്കും ദിനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് ദിവസമാണ് എന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ട് ആ വ്യക്തിയെപ്പറ്റി ഇങ്ങനെ പറയുകയാണ്, മോഹമില്ലാത്ത ഒരു വ്യക്തി ലോകത്തിൽ ജനിച്ചു, എല്ലാവരുടെയും സുഖത്തിനും ക്ഷേമത്തിനുമായി കൊണ്ട് ജനിച്ചു, ലോകത്തിൽ അനുകമ്പ കൊണ്ട് ജനിച്ചു, ഗുണത്തിനും ക്ഷേമത്തിനും സന്തോഷത്തിനും മനുഷ്യരുടെയും ദേവരുടെയും അതിനായിക്കൊണ്ട് ഒരാൾ ജനിച്ചു. ഇങ്ങനെ ആരെപ്പറ്റിയെങ്കിലും പറയണം എങ്കിൽ അത് എന്നെപ്പറ്റി തന്നെയാണ് പറയുന്നത്. എന്നിൽ ഉള്ള വീര്യം ഉണർന്നു, അത് ഒട്ടും തന്നെ കമ്മിയായിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സതി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരുന്നു. പസത്തോ കായോ, അതായത് എൻ്റെ ശരീരം ശാന്തമായിരുന്നു, അതിൽ ഒട്ടും തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ചിത്തം സമാഹിത ചിത്തമായിരുന്നു. ഇനി ഭഗവാൻ എങ്ങനെയാണ് ധ്യാനത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറയുന്നു. ഇവിടെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ പാലി വാക്കാണ് ധ്യാന എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താഴെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ ധ്യാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നതാണ്. ഏതൊരു സൂത്രം നോക്കിക്കഴിഞ്ഞാലും ഭഗവാൻ ബുദ്ധന് മുക്തി കിട്ടുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ള പൂർവ്വജന്മ സ്മരണകളും ബാക്കി എല്ലാം തന്നെ കിട്ടുന്നത് ധ്യാനത്തിലൂടെയാണ് എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ ധ്യാനവും അതേപോലെ തന്നെ പണ്ട് ബുദ്ധൻ പരീക്ഷിച്ച് ഉപേക്ഷിച്ച ധ്യാനവും തമ്മിൽ എന്താണ് വ്യത്യാസം? പണ്ട് ബുദ്ധൻ ആലാരകലാമൻ്റെ അടുത്ത് പോയി 7ാമത്തെ ധ്യാനം പഠിച്ചിരുന്നു. ഉദ്ധകരാമബുദ്ധൻ്റെ അടുത്ത് പോയിട്ട് 8ാമത്തെ ധ്യാനം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ധ്യാനങ്ങളൊന്നും മുക്തിക്ക് ഉതകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധൻ അവയെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അതേ സൂത്രത്തിൽ തന്നെ പറയുന്നു, 1, 2, 3, 4 ധ്യാനങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം മുക്തനായി, പൂർവ്വജന്മങ്ങളുടെ ശ്രുതി എല്ലാം വന്നു എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ പരിശീലിച്ച ധ്യാനവും ഈ ധ്യാനവും തമ്മിൽ എന്താണ് വ്യത്യാസം? നേരത്തെ പരിശീലിച്ച ധ്യാനം എന്ന് പറയുന്നത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ മാത്രമായിരുന്നു. അതായത് ഒരു സാധനത്തിൽ മാത്രം നമ്മൾ ഏകാഗ്രത ചെലുത്തുന്ന സമയത്ത് ഉള്ള ധ്യാനം. അതിൽ വിപശ്യന ഉണ്ടായിരുന്നില്ല. അതായത് അനിച്ഛ, ദുഃഖ, അനത്ത എന്ന ബോധം അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിൽ മുക്തി ലഭിക്കാതിരുന്നത്. പക്ഷേ പിന്നീട് ബുദ്ധൻ പരിശീലിച്ചിട്ടുള്ള ധ്യാനങ്ങളിൽ എല്ലാം വിപശ്യന കൂട്ടിച്ചേർത്തു. അതായത് ബുദ്ധൻ പരിശീലിച്ചത് ഒരു സമത വിപശ്യന ധ്യാനമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ടാണ് എവിടെയെല്ലാം വിപശ്യനയുടെ പേര് പറയുന്നുണ്ടോ അവിടെയെല്ലാം സമത ച വിപശ്യന ച എന്ന് പറയുന്നത്. അതായത് സമതയും വിപശ്യനയും കൂടിച്ചേർന്ന ഒരു ധ്യാനമാണ് ബുദ്ധൻ അഭ്യസിച്ചിരുന്നത്. അല്ലാതെ വെറും വിപശ്യന അല്ലെങ്കിൽ വെറും ധ്യാനം അല്ല. ഈ ധ്യാനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ അധികമാരും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തി ബന്ദേ വിമലാരംസി മാത്രമാണ്. ബുദ്ധൻ ധ്യാനത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ധ്യാനത്തെ അഭ്യസിക്കണം. ബന്ദേ വിമലാരംസിയുടെ ട്വിം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ട്രാങ്കിൾ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമത വിപശ്യന ധ്യാനം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പസദ്ദകായോ, അതായത് എൻ്റെ ശരീരം പ്രശാന്തമായിരുന്നു. ഇത് സമാധിക്ക് വളരെ ഉപയുക്തമായിട്ടുള്ള കാര്യമാണ്. അതായത് ശരീരത്തിൽ വേദനകൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും സമാധി കിട്ടില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത് സുഖിനോ ചിത്തം സമാധീയതി. ആരുടെ ശരീരം സുഖം കൊണ്ട് നിറയുന്നുവോ ആ വ്യക്തിക്കാണ് സമാധി ലഭിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ധ്യാനത്തിൽ എത്തുന്നത് എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. വിവിച്ഛേവ കാമേഹി വിവിച്ഛ അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പദമം ധ്യാനം ഉപസമ്പജ്ജ വിഹാസിം. ഇവിടെ നോക്കുക, വിവിച്ഛ കാമേഹി, അതായത് ധ്യാനത്തിൽ പ്രവേശിക്കുന്ന സമയത്ത്
ആദ്യമായിട്ട് നമ്മുടെ 5 നീവരണങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലാതാകണം. ആ 5 നീവരണങ്ങൾ ഏതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാമചന്തം അല്ലെങ്കിൽ രാഗം, വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം, ഉദ്ധച്ച കുക്കുച്ചം ഇരിക്കപ്പൊറുതിയില്ലായ്മ, ധീനമിത്തം ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം, വിചികിത്സ ഇവ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതുകൂടാതെ വിവിച്ച കാമേഹി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ 6 ഇന്ദ്രിയങ്ങളിലും രാഗചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. അതുകൂടാതെ വിവിച്ച അകുശലേഹി ധമ്മേഹി നമ്മുടെ മനസ്സിൽ രാഗ, ദോഷ, മോഹ അതിൻ്റെ മൂലങ്ങളുള്ള ഒരു ചിന്തകളും, അതാണ് അകുശല ചിന്തകൾ എന്ന് പറയുന്നത്, അത് ഒന്നും തന്നെ പാടില്ല. അതായത് അകുശല ചിത്തം ഒരിക്കലും അതുകൊണ്ട് ധ്യാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം അറിയണം. കുശലചിത്തം അല്ലെങ്കിൽ പുണ്യകരമായിട്ടുള്ള ചിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ധ്യാനം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത്, മനസ്സിൽ ദോഷമുള്ളവർക്ക് ഒരിക്കലും സമാധി ലഭിക്കില്ല. മനസ്സിൻ്റെ ദോഷങ്ങൾ പരിപൂർണമായിട്ടും തീർന്നവർക്ക് മാത്രമേ സമാധി ലഭിക്കുകയുള്ളൂ. നമ്മൾ സതിപഠാന സൂത്രത്തിൽ നോക്കുകയാണെങ്കിൽ സമ്മാ സമാധി എന്ന് പറയുന്നത് ഈ 4 ധ്യാനങ്ങൾ തന്നെയാണ്. അങ്ങനെ മനസ്സിൽ അകുശല ചിന്തകളും അതേപോലെ തന്നെ കാമവിചാരങ്ങളും ഇല്ലാതെ ഞാൻ ആദ്യം 1ാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. ആ 1ാമത്തെ ധ്യാനത്തിൽ 5 ധ്യാനാംഗങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ്. വിതർക്കം, വിചാരം, ഭീതി, സുഖം, ഏകാഗ്രത. ഇവിടെ വിതർക്കം എന്ന് പറയുന്നത് നമ്മൾ ഏത് വസ്തുവിലൂടെ ധ്യാനത്തിൽ പ്രവേശിച്ചോ ആ വസ്തുവിനെയാണ് വിതർക്കം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ആനാപാനയിലൂടെ നമ്മൾ ധ്യാനത്തിൽ പ്രവേശിച്ചു. അപ്പോൾ വരുന്നതും പോകുന്നതുമായിട്ടുള്ള ആ ശ്വാസമാണ് വിതർക്കം. ഇനി നമ്മുടെ മനസ്സ് ആ ശ്വാസത്തെ ചുറ്റിപ്പറ്റി നിൽക്കും, അതിനെയാണ് വിചാരം എന്ന് പറയുക. ഭീതി എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന സന്തോഷം, സുഖം എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന സുഖം. ഏകാഗ്രത എന്ന് പറയുന്ന സമയത്ത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ അല്ല, നമ്മൾ ആ ധ്യാനത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ പോകുന്നു, അതിനെയാണ് ഏകാഗ്രത എന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാൻ ധ്യാനത്തിലൂടെ മുന്നേറി 2ാമത്തെ ധ്യാനത്തിൽ എത്തി. ആ 2ാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വിതർക്ക വിചാരങ്ങൾ ഇല്ലാതായി, ഭീതി, സുഖം, ഏകാഗ്രത ഉണ്ടായി. അതായത് 2ാമത്തെ ധ്യാനത്തിൽ എത്തുന്ന സമയത്ത് വിതർക്ക വിചാരം ഒഴിവാകും. കാരണം നമ്മൾ സ്ഥൂല സത്യങ്ങളിൽ നിന്ന് സൂക്ഷ്മ സത്യങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സ്ഥൂലമായിട്ടുള്ള വിതർക്ക വിചാരങ്ങൾ ഒഴിവായി. അതിനുശേഷം ഞാൻ 3ാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ഭീതിയും ഇല്ലാതായി, സുഖം, ഏകാഗ്രത മാത്രം ആയി. ഇവിടെ സതി സമ്പജന്യം എല്ലാ ധ്യാനങ്ങളിലും നമ്മൾക്ക് കാണാവുന്നതാണ്. ഇവിടെ സതി എന്ന വാക്കിൻ്റെ എന്താണ് അർത്ഥം? സതി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ സതിപഠാന സൂത്രത്തിൽ നോക്കുകയാണെങ്കിൽ 4 സതിപഠാനയാണ് ഇവിടെ സതി എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ നമ്മൾ വിഹരിക്കുന്നു, കായാനുപശ്യന, വേദനാനുപശ്യന സംവേദനയിൽ നമ്മൾ വിഹരിക്കുന്നു, ചിത്താനുപස්සന, ധമ്മാനുപස්සന മനസ്സിനെ നോക്കുന്നു, മനസ്സിൻ്റെ ധർമ്മങ്ങളെ നോക്കുന്നു. ഈ 4 സതിപഠാനയെ ആണ് ഇവിടെ സതി എന്ന് പറയുന്നത്. സമ്പജാന എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ സതിപഠാന സൂത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമ്പജാന പബ്ബം ഉണ്ട്. അതായത് നമ്മൾ മുന്നോട്ട് നടക്കുന്ന സമയത്ത്, മുന്നോട്ട് നോക്കുന്ന സമയത്ത്, വശത്തോട്ട് നോക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത്, എല്ലാ സമയത്തും നമ്മൾ ജാഗ്രത ഉണ്ട്. സതി സമ്പജനം നമ്മൾക്കുണ്ട്. അതിനെയാണ് സമ്പജാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3ാമത്തെ ധ്യാനത്തിൽ നമ്മൾക്ക് ശരീരത്തിൽ സുഖം മാത്രമാണ് ഉണ്ടാകുക. ഈ ധ്യാനത്തിന് സ്പെഷ്യലായിട്ടുള്ള ഒരു പേര് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ഉപേക്ഷകോ സതീമ സുഖവിഹാരി. അതായത് ഏതൊരു വ്യക്തി ഈ 3ാമത്തെ ധ്യാനത്തിലിരിക്കുന്നുവോ ആ വ്യക്തിയുടെ മനസ്സിൽ ഉപേക്ഷ അല്ലെങ്കിൽ സമതയുണ്ട്. അതുകൂടാതെ ശരീരത്തിൽ സുഖം ഉണ്ട്. അതുകൊണ്ട് അവൻ സുഖത്തിലാണ് ആ വ്യക്തി വിഹരിക്കുന്നത് എന്നാണ് പറയുന്നത്. 4ാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സുഖം ഇല്ലാതായിട്ട് ന്യൂട്രലായിട്ടുള്ള ഒരു സെൻസേഷനായിരിക്കും അവിടെ ഉണ്ടാവുക. അതിനുശേഷം ആ സുഖവും ദുഃഖവും അതിക്രമിച്ചുകൊണ്ട്
നേരത്തെ ഉണ്ടാകുന്ന സുഖവും ദുഃഖവും ഇല്ലാതാക്കിക്കൊണ്ട് ഞാൻ 4-മത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ സുഖമോ ദുഃഖമോ ഇല്ല. അവിടെ ന്യൂട്രലായിട്ടുള്ള സംവേദനയാണ് ഉണ്ടാകുന്നത്. അതുകൂടാതെ അവിടെ ഉള്ളത് ഉപേക്ഷ, അതുകൂടാതെ സതി. അങ്ങനെ ഞാൻ 4-മത്തെ ധ്യാനത്തിൽ എത്തി. 4-മത്തെ ധ്യാനം വളരെ ആഴത്തിലുള്ള ഒരു ധ്യാനമാണ്. ആ ധ്യാനത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ധ്യാനം വളരെ വിശുദ്ധമാണ്, പ്രകാശമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, ഏത് തരത്തിലും ഉപയോഗിക്കാവുന്നതാണ്, ജോലിക്ക് ഉപയുക്തമാണ്, നേരെയുള്ളതാണ്, ഒട്ടും തന്നെ അതിൽ ഡിസ്റ്റർബൻസ് ഇല്ലാത്തതാണ്. ആ ധ്യാനത്തിൽ ഞാൻ എൻ്റെ മനസ്സിനെ എൻ്റെ പൂർവ്വജന്മങ്ങളിലേക്ക് നയിച്ചു. അതായത് തൻ്റെ പൂർവ്വജന്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഓർമ്മിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ വളരെയധികം പൂർവ്വജന്മങ്ങളെ എനിക്ക് ഓർക്കാൻ സാധിച്ചു. അതായത് 4-മത്തെ ധ്യാനത്തിന് ശേഷം നമ്മൾക്ക് ഈ പൂർവ്വജന്മങ്ങളെ ഓർക്കാൻ സാധിക്കും. അങ്ങനെ 4-മത്തെ ധ്യാനം തന്നെ വേണമെന്നില്ല. സാധാരണ ഒരു വ്യക്തിക്കും ചിലപ്പോൾ ചില സിദ്ധികളെ കൊണ്ട് പൂർവ്വജന്മങ്ങളെ ഓർക്കാൻ സാധിക്കും. പക്ഷേ 4-മത്തെ ധ്യാനത്തിന് ശേഷം നമ്മൾ നമ്മളുടെ മനസ്സിനെ നമ്മുടെ പൂർവ്വജന്മങ്ങളിലേക്ക് നയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് പൂർവ്വജന്മങ്ങളെ ഓർമ്മ വന്നു. അതായത് 1, 2, 3, 4, 5, 10, 20, 30, 40, 50, 100, 1000, 1,00,000. ആകാശഗംഗ ചുരുങ്ങുന്ന അനേക കൽപ്പങ്ങൾ, അതേപോലെ തന്നെ ആകാശഗംഗ വികസിക്കുന്ന അനേക കൽപ്പങ്ങൾ, ആകാശഗംഗ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന അനേക കൽപ്പങ്ങൾ, അതെല്ലാം ഞാൻ ഓർമ്മിച്ചു. അതായത് ഈ സമയത്തെല്ലാം ഞാൻ ജനിക്കുകയും അതേപോലെ തന്നെ മരിക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെ എൻ്റെ പേര് ഇങ്ങനെയായിരുന്നു, എൻ്റെ കുലം ഇങ്ങനെയായിരുന്നു, ഞാൻ ഈ രീതിയിലായിരുന്നു, എൻ്റെ ശരീരം അതായിരുന്നു, എൻ്റെ ഭക്ഷണം ഇങ്ങനെയായിരുന്നു, ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം ഇങ്ങനെയാണ് ഞാൻ മരിച്ചത്, അതിനുശേഷം ഞാൻ മരിച്ചതിന് ശേഷം ഞാൻ മറ്റൊരിടത്ത് ജനിച്ചു, അവിടെ എൻ്റെ പേര് ഇന്നതായിരുന്നു, എൻ്റെ കുലം ഇന്നതായിരുന്നു, ഞാൻ ഇപ്രകാരമായിരുന്നു എൻ്റെ വേഷം, ഇപ്രകാരമായിരുന്നു എൻ്റെ ആഹാരം, ഇങ്ങനെയായിരുന്നു ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, ഇങ്ങനെയാണ് എൻ്റെ ജീവിതം അവസാനിച്ചത്. അവിടെ നിന്ന് മരിച്ചതിന് ശേഷം ഞാൻ വേറൊരിടത്ത് ഞാൻ ജന്മം എടുത്തു. അങ്ങനെ ഞാൻ പലതരത്തിലുള്ള എൻ്റെ പൂർവ്വജന്മങ്ങളെ ഓർത്തു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി എനിക്ക് ഓർക്കാൻ സാധിച്ചു. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഇന്ന് ആധുനിക കാലത്ത് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം കണ്ടെത്തി. ഈ ഗാലക്സി, അതായത് നമ്മുടെ ഈ ഭൂമിയും അതേപോലെ തന്നെ സൗരയൂഥങ്ങളും അടങ്ങുന്ന ഈ ഗാലക്സി അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാലക്സി എക്സ്പാൻസ് ചെയ്യുകയാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പിടികിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഗാലക്സി ചുരുങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇതുവരെ പരീക്ഷണം നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം ചില സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ള തിയറി വയ്ക്കുന്നുണ്ട്. ഈ ഗാലക്സി വീണ്ടും ചുരുങ്ങുന്നതാണ്, ഇപ്പോൾ വികസിക്കുന്ന മോഡിലാണ്, പിന്നീട് ചുരുങ്ങുന്ന മോഡിലായിരിക്കും എന്ന് അവരുടെ ഉപകരണങ്ങളെ കൊണ്ട് അവർ കണ്ടുപിടിച്ചു. എന്നാൽ ഒരു കാര്യം നമ്മൾ നോക്കുക, 2500 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ ബുദ്ധൻ അദ്ദേഹം പറയുന്നു, അയം ലോകോ വിവത്തതോ അയം ലോകോ സംവത്തതോ. അതായത് ഈ ലോകം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലോകത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മുടെ ശരീരം, അതിനെ നമ്മൾക്ക് ലോകം എന്ന് പറയാം. അതേപോലെ തന്നെയുള്ള ഈ പുറമെയുള്ള ലോകം, ഇവിടെ പുറമെയുള്ള ലോകത്തിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൽപ്പങ്ങൾ മുഴുവൻ ഈ ഗാലക്സി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. അതാണ് പാലിയിൽ പറഞ്ഞിരിക്കുന്നത്, സംവത്ത കപ്പേ അനേകേവി വിവത്ത കപ്പേ. കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പം, സംവത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുന്നത്, വിവത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിക്കുന്നത്. അതായത് നമ്മുടെ ഈ കൽപ്പത്തിൽ
നമ്മുടെ യൂണിവേഴ്സ് ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സമയം വരും ഇത് വീണ്ടും ചുരുങ്ങുന്നത്. ഈ കാര്യം ഏതെങ്കിലും സയൻറ്റിസ്റ്റിന് ഉപകാരപ്രദം ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ രാത്രിയിൽ ആദ്യത്തെ യാമത്തിൽ എനിക്ക് ഉണ്ടായ അറിവാണ് ഇത്. അതായത് ഒരു യാത്രയെ 3 യാമങ്ങളായിട്ട് തരംതിരിക്കാം, 4 മണിക്കൂർ വീതമുള്ള. അപ്പോൾ ആദ്യത്തെ യാമത്തിൽ എനിക്ക് കിട്ടിയ അറിവ് ഈ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് ഉള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, അന്ധകാരം നഷ്ടമായി, പ്രകാശം ഉൽപ്പന്നമായി. ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, ഇതേ രീതിയിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി നല്ല പോലെ ദൃഢനിശ്ചയത്തോടുകൂടി ധ്യാനിക്കുകയാണെങ്കിൽ ഏതൊരു ധ്യാനം ചെയ്യുന്ന വ്യക്തിക്കും ഇതേപോലെ അനുഭവം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ അറിവ് തനിക്ക് മാത്രമല്ല, ഇതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഏതൊരു സാധകനും ലഭ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ മനസ്സ് ഇത്തരത്തിൽ ഉള്ള സമാധിയിൽ പ്രതിഷ്ഠിതമായപ്പോൾ അത് ശുദ്ധമായിരുന്നു, പ്രകാശമാനമായിരുന്നു, കളങ്കമില്ലാത്തതായിരുന്നു, ദോഷങ്ങളില്ലാത്തതായിരുന്നു, ഏതു തരത്തിലും പ്രവർത്തിപ്പിക്കാവുന്നതായിരുന്നു, ജോലി ചെയ്യിപ്പിക്കാവുന്നതായിരുന്നു, നേരെയുള്ളതായിരുന്നു, ഒട്ടും തന്നെ പ്രകമ്പനം ഇല്ലാത്തതായിരുന്നു. അതിനുശേഷം ആ മനസ്സിനെ ഞാൻ ജീവികളുടെ ജനനത്തിലേക്കും മരണത്തിലേക്കും നയിച്ചു. അതായത് ഓരോ ജീവികളും എങ്ങനെയാണ് ജനിക്കുന്നത്, മരിക്കുന്നത് എന്നുള്ള സത്യത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ നയിച്ചു. സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായിട്ടുള്ള ആ ദിവ്യ ചക്ഷു കൊണ്ട്, അല്ലെങ്കിൽ ആ ദിവ്യ നേത്രം, ദിവ്യ ദൃഷ്ടി കൊണ്ട് ഞാൻ അനേകം പ്രാണികൾ മരിക്കുന്നതും പുനർജനിക്കുന്നതും കണ്ടു. ഹീനമായിട്ടുള്ള ജന്മം, ഉയർന്ന ജന്മം, സൗന്ദര്യമുള്ളത്, വിരൂപമായത്, നല്ല സ്ഥലത്ത്, ചീത്ത സ്ഥലത്ത്, ഇവിടെയെല്ലാം ജീവികൾ ജനിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ജീവികൾ പുനർജനിക്കുന്നത്. ഈ ജീവികൾ അവരുടെ ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും ചീത്ത കർമ്മങ്ങൾ ചെയ്തു. അവർ ആര്യന്മാരെ, അതായത് മുക്തി നേടിയവരെ പറ്റി ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് മിഥ്യാദൃഷ്ടി ഉണ്ടായിരുന്നു. ആ മിഥ്യാദൃഷ്ടി കൊണ്ട് അവർ കർമ്മങ്ങൾ ചെയ്തു. ആ കർമ്മങ്ങൾ കാരണം അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ തരത്തിലുള്ള അധോഗതിയിൽ, അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള സ്ഥലത്ത്, നരകലോകത്തിൽ അവർക്ക് ജന്മം എടുക്കേണ്ടി വന്നു. ഇവിടെ മിഥ്യാദിഷ്ടിയെക്കുറിച്ച് അല്പം. സമ്മാദിഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം, ദുഃഖത്തിന് കാരണം, ദുഃഖത്തിൻ്റെ നിവാരണം, ദുഃഖത്തിൻ്റെ നിവാരണത്തിനുള്ള വഴി, ഇതിനെപ്പറ്റിയുള്ള ശരിയായിട്ടുള്ള ദർശനമാണ് സമ്മാദിഷ്ടി. മിഥ്യാദിഷ്ടി എന്ന് പറയുന്നത് എന്നിൽ ഒരു ആത്മാവുണ്ട്, എന്നിൽ ഒരു ആത്മാവില്ല എന്ന് പറയുന്ന ആസ്തിക നാസ്തിക വിശ്വാസങ്ങളെയാണ് ഇവിടെ മിഥ്യാദിഷ്ടി എന്ന് പറയുന്നത്. അത് രണ്ടും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ചില ജീവികൾ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്തു. അവർ ഒരിക്കലും മുക്തി നേടിയവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല. അതുകൂടാതെ അവർക്ക് ശരിയായിട്ടുള്ള ദൃഷ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ശരിയായിട്ടുള്ള ദിഷ്ടി കൊണ്ട്, അല്ലെങ്കിൽ സമ്മാദിഷ്ടി കൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർ സ്വർഗത്തിൽ പോയിട്ട് ജനിച്ചു. അങ്ങനെ മനുഷ്യർക്ക് ലഭ്യമല്ലാത്ത ആ വിശുദ്ധമായിട്ടുള്ള ആ ദിവ്യനേത്രം കൊണ്ട് ഞാൻ ആ ജീവികൾ ജനിക്കുന്നതും മരിക്കുന്നതും കണ്ടു. എന്തുകൊണ്ടാണ് അവർ താഴ്ന്ന കുലത്തിലും ഉയർന്ന കുലത്തിലും അതേപോലെ തന്നെ സൗന്ദര്യമുള്ളവരായും വിരൂപരായിട്ടും ഇരിക്കുന്നത്, നല്ല സ്ഥലങ്ങളിലും അതേപോലെ തന്നെ ചീത്ത സ്ഥലങ്ങളിലും എന്തുകൊണ്ടാണ് ജനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ പ്രാണികളും അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ജനിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇതാണ് രാത്രിയിലെ മധ്യയാമത്തിൽ എനിക്ക് കിട്ടിയ അറിവ്, അതായത് 2ാം യാമത്തിൽ. എൻ്റെ അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, അന്ധകാരം നശിച്ചു, പ്രകാശം ഉണ്ടായി. ഏതൊരു ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയും അവൻ ശുഷ്കാന്തിയോടുകൂടി തപസ് ചെയ്യുകയാണെങ്കിൽ, ദൃഢനിശ്ചയത്തോടുകൂടി തപസ് ചെയ്യുകയാണെങ്കിൽ അവനും ഈ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്.
ആ സമാധിയിൽ എൻ്റെ മനസ്സ് പ്രതിഷ്ഠിതമായപ്പോൾ ശുദ്ധമായിട്ടുള്ള, അതേപോലെ തന്നെ ഉജ്ജ്വലമായിട്ടുള്ള, കളങ്കമില്ലാത്ത, ദോഷങ്ങളില്ലാത്ത, ഏത് തലത്തിലേക്കും കൊണ്ടുപോകാവുന്ന, ജോലി ചെയ്യിപ്പിക്കാവുന്ന, നേരെയുള്ള, ഒട്ടും തന്നെ ചലനമില്ലാത്ത ആ മനസ്സുകൊണ്ട് ഞാൻ ആസവക്ഷയ ജ്ഞാനത്തിലേക്ക് മനസ്സിനെ തിരിച്ചു. ഇവിടെ ആസവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കളങ്കങ്ങളാണ്. പരിപൂർണമായിട്ട് ആശ്രവങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആസവങ്ങളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യമായിട്ടും കാര്യം മനസ്സിലായി. ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ കാരണമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിവാരണമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിവാരണത്തിനുള്ള മാർഗമാണ്. ഇത് തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്, ഇത് തന്നെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. 4 ആര്യസത്യങ്ങൾ നമ്മൾ കാണുന്നു. എനിക്ക് ശരിക്കും മനസ്സിലായി, ഇതാണ് ആശ്രവം, ഇതാണ് ആശ്രവത്തിൻ്റെ തുടക്കം, ഇതാണ് ആശ്രവങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥ, ഇതാണ് ആശ്രവങ്ങൾ ഇല്ലാതാകുന്ന വഴി. ഇതുപോലെ ദർശനം ചെയ്യുകയും അറിയുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സ് കാമാസവത്തിൽ നിന്നും, ഭവാസവത്തിൽ നിന്നും, അവിദ്യാസവത്തിൽ നിന്നും മുക്തനായി. അതായത് കാമാസവം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലും ഉള്ള ആ രാഗത്തിനോടുള്ള ആസക്തി, ആ സുഖങ്ങളോടുള്ള ആസക്തി, അതിനെ കാമാസവം എന്ന് പറയും. ഭവാസവം എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഭവത്തിൽ പോയിട്ട് ജനിക്കണം എന്നുള്ള ആ രാഗം. അവിദ്യാസവം എന്ന് പറയുന്ന സമയത്ത് അവിദ്യ, അതായത് സത്യം എന്തെന്ന് അറിയുന്നില്ല, ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ കാരണമാണ്, നിവാരണമാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാത്ത അവസ്ഥയ്ക്കാണ് അവിദ്യ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സ് മുക്തമായി കഴിഞ്ഞപ്പോൾ മുക്തമായി എന്ന് ഞാൻ അറിഞ്ഞു. അതായത് ഏതൊരു വ്യക്തി അർഹന്തൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് സ്വയം അറിയാം ഞാൻ മുക്തനായി എന്ന്. അപ്പോൾ മനസ്സിലായി, ജന്മം അവസാനിച്ചു, എൻ്റെ ആധ്യാത്മിക ജീവിതം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ അതൊന്ന് ചെയ്തു, ഇനി ഒരു ജന്മത്തിലും എനിക്ക് പുനർജന്മം ഉണ്ടാകില്ല. ഇതാണ് രാത്രിയിലെ 3-ാം യാമത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അറിവ്. അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, അന്ധകാരം നശിച്ചു, പ്രകാശം ഉണ്ടായി. ഏതൊരു ധ്യാനം ചെയ്യുന്ന വ്യക്തിയും ശുഷ്കാന്തിയോടെ, വളരെ പ്രയത്നത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ധ്യാനം ചെയ്യുകയാണെങ്കിലും ആ വ്യക്തിക്കും ഈ അവസ്ഥ ഉണ്ടാകും. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ എല്ലാം ഭഗവാന് കിട്ടിയിട്ടുള്ളത് ഈ 4 ധ്യാനത്തിലൂടെയാണ് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ നമ്മളും ധ്യാനം അഭ്യസിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇത് വെറും ധ്യാനമല്ല, സമതാ വിപശ്യന ധ്യാനമാണ്. ബ്രാഹ്മൺ, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഗൗതമ ഗുരുവിന് അദ്ദേഹത്തിൻ്റെ രാഗ, ദ്വേഷ, മോഹങ്ങൾ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും നിർജ്ജന വനത്തിൽ പോയിട്ട് തപസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതും. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഈ നിർജ്ജന വനത്തിൽ പോകുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വർത്തമാനകാലത്തിൽ എനിക്ക് സുഖകരമായിട്ടുള്ള ജീവിതം. 2, വരുന്ന തലമുറയോട് എനിക്കുള്ള അനുകമ്പ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദിഠ ധമ്മ സുഖ വിഹാരം, അതായത് ധർമ്മത്തിൽ സുഖമായിട്ട് വിഹരിക്കുക. ഉദാഹരണമായിട്ട് ബുദ്ധൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും മുക്തി നേടിയതിന് ശേഷം എല്ലാ സമയത്തും ആൾക്കാരിനാൽ ചുറ്റപ്പെട്ട് ഒരുപാട് അദ്ദേഹത്തിന് സംഭാഷണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും കൂടുതലായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് മൂലം ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കാട്ടിൽ പോയിട്ട് നിരോധ സമാപത്തി, അല്ലെങ്കിൽ ആ നിർവ്വാണത്തിനെ അദ്ദേഹം ധ്യാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആ വിഷമതകളും അവസാനിക്കും. അത് ഒന്നാമത്തെ കാരണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് മുക്തി നേടിയിട്ടും വീണ്ടും ബുദ്ധൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാരണത്താലാണ്. കാരണം അദ്ദേഹം ധ്യാനിക്കുന്നത് കാണുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കും ധ്യാനിക്കാൻ പ്രേരണയുണ്ടാകും. അപ്പോൾ അവരും ധ്യാനിക്കും. അപ്പോൾ
ബ്രാഹ്മണൻ പറഞ്ഞു, ഗൗതമ ഗുരു, താങ്കൾ തീർച്ചയായിട്ടും ഒരു സംബുദ്ധൻ തന്നെയാണ്, അർഹന്തൻ ആണ്. വരും തലമുറയോട് താങ്കൾക്ക് അനുകമ്പയുണ്ട്. വളരെ നന്നായി ഗൗതമ ഗുരു, വളരെ നന്നായി. കമഴ്ത്തി വച്ചിരിക്കുന്നതിനെ നിവർത്തി വെച്ചതുപോലെ, മറഞ്ഞിരിക്കുന്നതിനെ പ്രകാശിപ്പിക്കുന്നത് പോലെ, വഴിതെറ്റിയവന് വഴി കാണിക്കുന്നത് പോലെ, അന്ധകാരത്തിൽ ദീപം തെളിയിക്കുന്നത് പോലെ, ആ ദീപത്തിൻ്റെ പ്രകാശത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ആൾക്കാർക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ ഗൗതമ ഗുരു കാര്യങ്ങളെ പല രീതിയിൽ വിശദീകരിച്ച് വ്യക്തമാക്കി. ഞാൻ ഇന്നു മുതൽ ഭഗവാൻ ഗൗതമനെയും ധർമ്മത്തിനെയും സംഘത്തിനെയും ശരണം പ്രാപിക്കുന്നു. എൻ്റെ പ്രാണൻ അവസാനിക്കുന്നതുവരെ ഇന്നു മുതൽ എന്നെ ഒരു ഉപാസകനായിട്ട് ഗൗതമ ഗുരു ഓർമ്മിക്കണം. മിക്ക സൂക്തങ്ങളും ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. സാധാരണ ഒരു വ്യക്തിക്ക് ഭഗവാൻ ബുദ്ധൻ ഉപദേശം കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി ആശ്ചര്യത്താൽ നിറയുന്നു. കാരണം ബുദ്ധനെ ഒരു ആശ്ചര്യ മനുഷ്യൻ ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശ്ചര്യവചനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. നമ്മൾക്ക് കുറച്ചു നേരം പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.